അമ്മ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കാൻ ഞാൻ. അതെയോ അമ്മൂമ്മേ? ബ്രേക്ക്ഫാസ്റ്റ് റെഡി. ഓക്കെ. ഈ വീഡിയോ ഒട്ടും പ്ലാൻഡ് അല്ലാതെ വളരെ റാൻഡമായി എടുത്തൊരു വീഡിയോ ആണ്. അത് കാരണം തന്നെ വീട്ടിലന്ന് റാൻഡമായി കരണ്ടും പോയി. ആകെ മൊത്തം ഒരു ജഗ പുകയായിരുന്നു. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു റാൻഡം ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിരിക്കും. ഞാനിപ്പം ഉറങ്ങി എണീറ്റേ ഉള്ളൂ. അതാണ് എൻ്റെ സൗണ്ടിനൊരു കിച്ച് കിച്ച്. മുടിയൊക്കെ ശൂലം പോലെ നിൽക്കുന്നു കേട്ടോ. ഇനിയിപ്പോൾ അതൊക്കെ റെഡിയാക്കിയിട്ട് നമുക്ക് ബ്രഷ് ചെയ്തിട്ട് ബാക്കി പരിപാടികൾ എന്തൊക്കെയാണ് കാണാം. ആൻഡ് എൻ്റെ ഈ ഡ്രസ്സ് കന്നഡയിലൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് ഞാൻ ക്യാൻസർ സെൻറ്ററിൽ ക്യാൻസർ അവയർനെസ്സിന് പോയപ്പം കിട്ടിയ ഡ്രസ്സാട്ടോ. സോ ഇനി നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് കാണാൻ. എനിക്ക് കണ്ടുപോലും തുറക്കണമല്ലോ ഗൈസ്. ഭയങ്കര ഉറക്കക്ഷീണം. എനിവേസ് നമുക്ക് കാണാം. ഞാൻ എപ്പോഴും രാത്രി ഉറങ്ങുമ്പോൾ മുടി പിന്നിയിട്ടാണ് കിടക്കാറ് കേട്ടോ. രാവിലെ എണീറ്റിട്ട് മുടി പിന്നലൊക്കെ ഊരിയിട്ട് ചെടയൊക്കെ കളഞ്ഞിട്ട് കൊണ്ട കെട്ടി വെക്കാറാണ്. ഇപ്പം എൻ്റെ മുടി കാണുമ്പോൾ നിങ്ങൾക്ക് കേളി ഹെയർ പോലെ തോന്നുന്നില്ലേ ഗൈസ്? എനിക്ക് ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെയോ ഒരു കേളിനെസ് തോന്നുന്നുണ്ട്. പണ്ട് ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ എനിക്ക് അത്യാവശ്യം നല്ല കേളി ഹെയർ ആയിരുന്നു. ഇപ്പം അതെല്ലാം പോയി ഗൈസ്. തിക്നെസ്സും പോയി കേട്ടോ മുടിയുടെ. അപ്പം ഞാനിവിടെ ചെട എടുത്തുകൊണ്ടിരിക്കുകയാണ്. ചെട എടുത്തിട്ട് നമുക്ക് കൊണ്ട കെട്ടി വെക്കാം. ഞാൻ ചെടയൊക്കെ എടുക്കുമ്പോൾ തീരെ ബോധം ഉണ്ടായിരുന്നില്ല ഗൈസ്. ഭയങ്കര ഉറക്കം വരികയായിരുന്നു. തലേന്ന് രാത്രി ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് വീട്ടിലെത്തിയത്. അപ്പം അതാ ഒരു മുടിയൊക്കെ പോയി. അപ്പം മുടിയൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ കൊണ്ട കെട്ടുകയാണ്. ആ കൊണ്ടയുടെ ആ ഒരു അറ്റം ശരിയാക്കിയിട്ടാണ് ഞാൻ കെട്ടാറ്. അപ്പം നമ്മൾ കൊണ്ട കെട്ടി സെറ്റായി ഗൈസ്. ലെറ്റ്സ് ഗോ ഫോർ ബ്രഷിങ്. പല്ല് തേക്കാൻ വേണ്ടി ബ്രഷ് എടുക്കുമ്പോഴേക്കും എനിക്ക് വീണ്ടും ഉറക്കം വരാൻ തുടങ്ങി. പിന്നെ പല്ല് തേച്ചല്ലേ പറ്റുള്ളൂ ഗൈസ്. ഇതൊക്കെ ഒരു ചടങ്ങല്ലേ. അങ്ങനെ പല്ല് തേക്കണതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ അപ്പുറത്ത് വായനോട്ടം നടത്തുന്നുണ്ടായിരുന്നു. അപ്പുറത്ത് പണി നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ എന്തൊക്കെയോ സൗണ്ട് വരുന്നുണ്ടായിരുന്നു. അതെന്താ നോക്കിയതാ. പല്ല് തേച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് എൻ്റെ ഫോമിങ് ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഫേസ് വാഷ് ചെയ്യാം. അങ്ങനെ ഈ ചടങ്ങ് ഒരുവിധം കഴിഞ്ഞു. ഇനി അടുത്ത പണി എന്താന്ന് നമുക്ക് നോക്കാം. ഓക്കെ, പല്ലൊക്കെ തേച്ച് ഫ്രഷായി. ഞാനിപ്പോൾ ടെറസിലേക്ക് പോവാണ്. നമ്മളവിടെ കുറച്ച് തുണി ഉണങ്ങാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഉണങ്ങി കാണും. ഒബിയസ്ലി ഉണങ്ങി കാണും. ഇന്നലെ രാത്രി ഇട്ടതാണ്. അപ്പം അത് എടുക്കാൻ വേണ്ടി പോവാണ്. നല്ല വെയിലുണ്ട് കേട്ടോ. ഞാൻ വേഗം തുണി എടുക്കട്ടെ. നമ്മുടെ ഓപ്പോസിറ്റ് ലോട്ടിൽ വലിയൊരു വീട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഒച്ചയും ഭയങ്കര ബഹളമുണ്ട് രാവിലെ എണീറ്റ ഇവിടെ. മിഷൻ അക്കംപ്ലിഷ്ഡ്. തുണിയെല്ലാം എടുത്തു. ഇനി നമുക്ക് താഴെ പോവാം. ഭയങ്കര വെയിലുണ്ട് കേട്ടോ. ഭയങ്കര ചൂടുണ്ട്. അപ്പം താഴെ പോവാം. അമ്മയെ കാണിച്ചേ. അമ്മ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കാൻ ഞാൻ. അതെയോ? എപ്പോൾ സ്റ്റാർട്ട് ചെയ്ത്? ഞാൻ രാവിലെ തുടങ്ങി. അതെയോ? ഇന്നെന്താ ബ്രേക്ക്ഫാസ്റ്റ്? പുട്ടാണ് ഗൈസ്. ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും കടലക്കുന്ന പുട്ടും കടലക്കറി. കടലക്കറി എവിടെ? ടേബിൾ. ഓക്കെ, ബൈ ബൈ. ബൈ. നോക്കൂ. അമ്മൂമ്മേ, ബ്രേക്ക്ഫാസ്റ്റ് റെഡി. ഓക്കെ. തക്കാളി ഇട്ടില്ലേ അമ്മ? അങ്ങനെ നല്ല സൂട് പുട്ടും കടലക്കറിയും കഴിച്ചു. എനിക്ക് കടലക്കറി എപ്പോഴും തക്കാളി ഇട്ടിട്ടാണ് ഇഷ്ടം. പക്ഷെ അമ്മ ഇപ്രാവശ്യം തക്കാളി ഇട്ടില്ല ഗൈസ്. എന്നെ ചതിച്ചു. പിന്നെ ഞാൻ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കാണാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ചില്ലിങ് ടൈമാണ് ഗൈസ്. എൻ്റെ മുടി അടിപൊളിയായിട്ടില്ലേ? ഇനി നമുക്ക് കുറച്ച് TV കാണാം. നല്ല സമയം ഗൈസ്. ഞാൻ കുറച്ച് TV കാണാമെന്ന് വിചാരിച്ച് TV ഇടാൻ പോയതാണ്. കറണ്ട് പോയി. വട്ട് ഡു.
സോ ദിസ് ഈസ് എ സ്മോൾ വീഡിയോ ഓഫ് എ റാൻഡം ഡേ ഇൻ മൈ ലൈഫ്. ഇന്നൊരു സൺഡേ ആണ്. സൺഡേ എനിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. മോർ ഓവർ കറണ്ട് പോയി ഗൈസ്. അപ്പം ഞാനൊരു ഹാഫ് ഡേയിൽ നിർത്തുകയാണ്. ഹോപ്പ് യു ഓൾ ലൈക്ഡ് മൈ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മാത്രമല്ല എനിക്ക് കാര്യമായിട്ടുള്ള മാരക എഡിറ്റൊന്നും ഈ വീഡിയോയിൽ ചെയ്യാൻ പറ്റില്ല, കാരണം കറണ്ട് ഇല്ല. അപ്പം ഇന്ന് തന്നെ ഞാൻ എടുത്തിട്ട് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാനാണ് എൻ്റെ പ്ലാൻ. ഹോപ്പ്ഫുള്ളി കറണ്ട് ഈവനിങ് ആകുമ്പോഴേക്കും വരും. ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ 2-3 ദിവസത്തിൽ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ യാ, ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ.